OTT പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാൻ അവൈലബിൾ ആയിട്ടുള്ള ഏതാനും ചില മിസ്റ്ററി ത്രില്ലർ സിനിമകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫാമകലാപം 2022 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ഭാഷയിലുള്ള ഒരു ഡാർക്ക് ക്രൈം കോമഡി ത്രില്ലർ ചിത്രമാണ് ഫാമകലാപം എന്ന് പറയുന്നത്. അനുപമ എന്ന ഒരു ഹൗസ് വൈഫിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്. അടുത്തിടെ അവൾക്ക് അറിയാൻ കഴിഞ്ഞത് അവളുടെ അടുത്ത വീട്ടിൽ ഒരു മുട്ടയുടെ പേരിൽ ഒരു കൊലപാതകം നടന്നു എന്നതാണ്. ഈ മുട്ടയെന്ന് പറയുന്നത് ഒരു സാധാരണ മുട്ടയല്ല. ഈ മുട്ടയ്ക്ക് ഏകദേശം 200 കോടി രൂപയിലധികം വിലയുണ്ട്. ഈ മുട്ട സ്വന്തമാക്കുന്നതിന് വേണ്ടി ആര് വേണമെങ്കിലും കൊല്ലാൻ തയ്യാറായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ചില ആൾക്കാർ കഥയിലുണ്ട്. ആകസ്മികമായിട്ട് ഈ ഒരു മുട്ട അനുപമയുടെ കയ്യിലെത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെയാണ് ചിത്രത്തിന്റെ കഥാഗതി. അടുത്ത സിനിമ എന്ന് പറയുന്നത് മംഗലവാരം. 2023 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഓരോ ചൊവ്വാഴ്ചയും ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ പറ്റുകയാണ്. പക്ഷെ ഇതിലെ രസകരമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി മറ്റുള്ളവരുമായി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആരോ ഒരു ഭിത്തിയിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രമായിട്ട് അവിടെ എന്തിനാണ് മരണം സംഭവിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ആരാണ്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ശ്രീകുളം ഷെർലോക്ക് ഹോംസ് 2024 പുറത്തിറങ്ങിയ ഒരു സിനിമയാണിത്. ഒരു നഗരത്തിന്റെ മധ്യത്തിൽ ഒരുപാട് പെൺകുട്ടികളുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. ഇത് ആരുടെ മൃതദേഹമാണ് എന്നും എങ്ങനെയാണ് കൊലപാതകം നടന്നത് എന്നും പോലീസുകാർക്ക് അറിയാൻ സാധിക്കുന്നില്ല. അവർ ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു ഡിറ്റക്റ്റീവിനെ ഇതിനു വേണ്ടിയിട്ട് നിയമിക്കുകയാണ്. ഈ ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഈ കേസ് പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നും പെൺകുട്ടികളെക്കുറിച്ച് കഥയിൽ എന്തൊക്കെയാണ് വെളിപ്പെടുന്നത് എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് സിനിമയിൽ വരുന്നത്. അത്യാവശ്യം സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇത് നിങ്ങൾക്ക് ജിയോ സിനിമയിലും പ്രൈം വീഡിയോയിലും ഒക്കെ കാണാൻ സാധിക്കും. അടുത്തത് ഗുഡ് നൈറ്റ് എന്ന സിനിമയാണ്. 2023 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ്. മോഹൻ എന്ന ഒരു ആളുടെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. അടുത്തിടെ അദ്ദേഹത്തിന്റെ ലവറുമായിട്ടുള്ള ബന്ധം ബ്രേക്കപ്പ് ആവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ കൂർക്കമ്പലി ശബ്ദമാണ്. ഇപ്പോൾ ലവർ പോയതിനു ശേഷം അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. എന്നാൽ ഇവിടെ വിവാഹശേഷം ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ എന്താണ് അവർക്കിടയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണത്. അടുത്ത ടൊഡേല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. 2022 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ഇതൊരു മികച്ച മിസ്റ്ററി ത്രില്ലർ സിനിമ തന്നെയാണ്. ഒഡേല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ അടുത്തിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമിക്കപ്പെടുകയാണ്. ഈ ഗ്രാമത്തിൽ വിവാഹിതരായ യുവതികളെ അവരുടെ ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ഒരു സൈക്കോപാത്ത് കൊലയാളി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതാണ് ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അവസാനത്തെ ഒരു ട്വിസ്റ്റായിട്ട് വരുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. അടുത്തായിട്ട് ഡ്രൈവർ ജമുന എന്ന് പറയുന്ന ഒരു സിനിമയാണ്. 2022 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ജമുന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിന്റെ പ്രധാന കഥാപാത്രമായി വരുന്നത്. അവളുടെ അച്ഛൻ്റെ ഒരു ദുരൂഹമായ മരണത്തെ തുടർന്ന് കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അവൾക്കൊരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യേണ്ടി വരികയാണ്. എന്നാൽ കഥയിലൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. കാരണം ഒരു ദിവസം 3 ആൾക്കാർ അവളുടെ കാറിലേക്ക് കയറുകയാണ്. പിന്നീട് ഈ 3 വ്യക്തികൾ കാരണം അവളുടെ ജീവിതത്തിൽ അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊരു മികച്ച ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞ കഥയാണ്. തീർച്ചയായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. അടുത്തായിട്ട് ഗട്ടാ കുസ്തി എന്ന് പറയുന്ന ചിത്രമാണ്. 2022 പുറത്തിറങ്ങിയ ഒരു സിനിമയാണിത്. വിഷ്ണു എന്ന ഒരു കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നീണ്ട മുടിയുള്ള ശാന്ത സ്വഭാവമുള്ള തന്നെപ്പോലെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെയാണ് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ വിഷ്ണുവിന് കീർത്തി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ സാധിക്കുന്നു. അവന് വേണ്ട എല്ലാ ക്വാളിറ്റിയും അവൾക്കുണ്ട്. എന്നാൽ വിവാഹത്തിന് ശേഷം കീർത്തി എന്ന് പറയുന്ന ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു ഗുസ്തിക്കാരിയാണ് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അവൾക്ക് ചെറിയ മുടിയാണെന്നും അവൾക്ക് ദേഷ്യം കൂടുതലാണെന്നും ഒക്കെ അവൻ തിരിച്ചറിയുന്നു. അപ്പോൾ വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് സിനിമയുടെ കഥാഗതി. ഈ ചിത്രം നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ സിനിമയിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് എന്നും ഏത് സിനിമകളാണ് നിങ്ങൾ കാണാത്തതെന്നും കണ്ടതെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള റിവ്യൂകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.